Hi, good morning everyone. This is Lakshmi with you in OBG nursing classes. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആന്റിനേറ്റൽ കെയറിനെ പറ്റിയാണ്. ആന്റിനേറ്റൽ പീരീഡ് എന്താണ്? നമ്മുടെ അമ്മ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക? ആന്റിനേറ്റൽ പീരീഡ് എന്ന് പറയുക. ഡെലിവറിയുടെ ആ ടൈമിനെ നമ്മൾ എന്താണ്? ഇൻട്രാനേറ്റൽ എന്നും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമിനെ നമ്മൾ പോസ്റ്റ് നേറ്റൽ എന്നും പറയും. സോ ആന്റി, ANTE, ആന്റി എന്ന് പറയുന്നത് മുന്നേ എന്നുള്ള ഒരു അല്ലെങ്കിൽ ബിഫോർ എന്നുള്ള ഒരു പ്രയോഗമാണ്. സോ ആന്റിനേറ്റൽ കെയറിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ആന്റിനേറ്റൽ കെയർ എന്താണ്? ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റമാറ്റിക് സൂപ്പർവിഷൻ ഓഫ് എ വുമൺ ഡ്യൂറിംഗ് പ്രഗ്നൻസി ഈസ് കോൾഡ് ആന്റിനേറ്റൽ ഓർ പ്രീനേറ്റൽ കെയർ. സിസ്റ്റമാറ്റിക് സൂപ്പർവിഷൻ, അതായത് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുകയാണ്. അതായത് എന്തെങ്കിലും എയിൽമെന്റ്സ് ഉണ്ടോ, കാര്യങ്ങളെല്ലാം നോർമലി തന്നെയാണോ നടക്കുന്നത്, നമുക്ക് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനും അതിന്റെ മാനേജ്മെന്റും ഒക്കെ. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളിത്. അല്ലാതെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അമ്മയെ പെട്ടെന്ന് തന്നെ എഡ്യൂക്കേറ്റും ചെയ്യണം. ഇന്ന ആഴ്ച വരണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരണം. അല്ലാതെ നമ്മൾ അത് മിസ് ചെയ്യാതെ കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സിസ്റ്റമാറ്റിക് സൂപ്പർവിഷൻ ഓഫ് എ വുമൺ ഡ്യൂറിംഗ് പ്രഗ്നൻസി ഈസ് കോൾഡ് ആന്റിനേറ്റൽ ഓർ prenatal care. It should be regular and periodic and also according to the needs of the individual. എന്തായിരിക്കണം? റെഗുലർ ആയിരിക്കണം. അതായത് ആദ്യത്തെ ആഴ്ച വരാൻ പറഞ്ഞു, അപ്പോൾ ഡോക്ടർ പറയും നെക്സ്റ്റ് വീക്കിൽ എന്നെ വന്ന് കാണണം എന്ന് പറയുന്നു. ഓക്കെ, സോ അമ്മ വിചാരിക്കുകയാണ് ഓക്കെ പോകണ്ട, അടുത്ത ആഴ്ച എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി പോയത് അതിൻ്റെ അപ്പുറത്തെ 2 ആഴ്ച കൂടിയപ്പോഴാണ്, അപ്പം ഞാനും എന്നാൽ അങ്ങനെ പോകാം. അങ്ങനെയല്ല, ഡോക്ടർ നമുക്ക് എന്താണോ ഇൻസ്ട്രക്ഷൻസ് തരുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മൾ ഈ ആന്റിനേറ്റൽ വിസിറ്റിന് പോകേണ്ടതാണ്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അല്ലെ, നമ്മളെ എക്സാമിൻ ചെയ്യുന്ന ആൾക്കായിരിക്കും അറിയാൻ പറ്റുക, അല്ലെങ്കിൽ ഡോക്ടറിനാണ്, ഒരു മെഡിക്കൽ പ്രൊഫഷണലിനാണ് അറിയാൻ പറ്റുക ഈ അമ്മ എങ്ങനെയാണ് ഈ ലേബർ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി പീരീഡ് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത്. സോ ആ അമ്മയുടെ സ്പെസിഫിക് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും ഡോക്ടർ ഇന്ന് ടെസ്റ്റുകൾ പറയുക അല്ലെങ്കിൽ ആ വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യുക. സോ അതിനനുസരിച്ച് വേണം നമ്മളുടെ പ്രഗ്നന്റ് ലേഡീസ് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകേണ്ടത്. സോ എന്താണ്? ദ സിസ്റ്റമാറ്റിക് സൂപ്പർവിഷൻ ഓഫ് എ വുമൺ ഡ്യൂറിംഗ് പ്രഗ്നൻസി ഈസ് കോൾഡ് ആന്റിനേറ്റൽ കെയർ. സോ എന്താണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും എയിംസ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ഒരു കെയർ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു വിസിറ്റ് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സ്ക്രീനിങ് ഓഫ് ഹൈ റിസ്ക് കേസസ് ആൻഡ് ടു പ്രിവെന്റ് ഓർ ട്രീറ്റ് ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻസ്. എന്താണ്? നമുക്ക് ഹൈ റിസ്ക് കേസസ് നമുക്ക് സ്ക്രീൻ ചെയ്യാം. അല്ലെ, എന്തെങ്കിലും കാര്യം ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ നമ്മൾ നേരത്തെ തന്നെ ആ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിന് മുന്നേ പോകുന്നതാണോ നല്ലത്? എപ്പോഴും നല്ലത് എന്താണ്? പ്രിവെൻഷൻ ആണ്. അല്ലെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ അങ്ങനെ നമ്മൾ ഈ ആന്റിനേറ്റൽ കെയർ വിസിറ്റ്സ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ഏതൊക്കെ ലേഡീസ് ആണ് ഹൈ റിസ്ക് എന്ന് കണ്ടുപിടിക്കാനും എങ്ങനെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആ അമ്മയെയും കുഞ്ഞിനെയും ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. എൻഷുറിങ് കണ്ടിന്യൂഡ് മെഡിക്കൽ സർവൈലൻസ് ആൻഡ് പ്രൊഫൈലാക്സിസ്. അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ആന്റിനേറ്റൽ കെയറിൽ നമുക്ക് എന്ത് ചെയ്യും? പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെന്റ്, അതായത് ഒരു സംഭവങ്ങളൊന്നും സംഭവിക്കാതെ പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റും. സർവൈലൻസ്, പ്രോപ്പർ സർവൈലൻസ് ഉണ്ടാവും. എന്താണ്? ഇത് തന്നെ ഹൈ റിസ്ക് കേസസിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എഡ്യൂക്കേറ്റിംഗ് ദ മദർ അബൌട്ട് പ്രഗ്നൻസി ഓർ ലേബർ ബൈ മദർ ക്രാഫ്റ്റ് ക്ലാസ്സസ് ടു അലീവിയേറ്റ് ഫിയർ. അല്ലെ, എന്തായാലും ഒരു പ്രഗ്നൻസിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ലേഡി, അത് ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും, ഷീ വിൽ ബി ഓൾവേസ് ടെൻസ്ഡ്. അല്ലെ, ഒരു പേടി ഉണ്ടാകും, ഒരു ടെൻഷൻ ഉണ്ടാകും, കാരണം ഉള്ളിൽ ഒരു ജീവനും കൂടെയാണ് വളരുന്നത്. അല്ലെ, ആൻഡ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അലീവിയേറ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാനും ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് ഹെൽപ്പിന് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ അലാമിങ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്നൊക്കെ നമുക്ക് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് പ്രഗ്നൻസിയും ലേബർ പ്രോസസ്സും കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ മദർ ക്രാഫ്റ്റ് ക്ലാസ്സസിലൂടെയൊക്കെ സാധിക്കും. ഡിസ്കസിങ് വിത്ത് ദ കപ്പിൾ അബൌട്ട് ദ പ്ലേസ്, ടൈം ആൻഡ് മോഡ് ഓഫ് ഡെലിവറി ആൻഡ് ന്യൂ ബോൺ കെയർ. കപ്പിൾ എന്നാണ് പറഞ്ഞത് കേട്ടോ. സോ നമ്മുടെ കപ്പിൾ ഈസ് പ്രഗ്നന്റ് എന്നാണ് പറയുക. അല്ലെ, ആ ഹസ്ബൻഡും ആ വൈഫിനെയും കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുക. സോ അവരെ രണ്ടിനെയും ആ കൗൺസിലിംഗ് അല്ലെങ്കിൽ ആന്റിനേറ്റൽ കെയറിന്റെ സമയത്ത് എന്താണ് നമ്മുടെ പ്രഗ്നൻസിയുടെ പ്രോഗ്രസ്, എങ്ങനെയാണ്, നമ്മൾ എന്ത് ഡെലിവറിയാണ് മുന്നിൽ കാണുന്നത്, ചില ഡോക്ടേഴ്സ് പറയും ഇത് നോർമലി നടക്കാൻ പാടാണ്, സോ നമുക്ക് ആദ്യം തന്നെ CS കാരണം അതിനുള്ള
കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. സോ എങ്ങനെയായിരിക്കും ഡെലിവറി, ന്യൂ ബോൺ കെയർ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ആന്റിനേറ്റൽ കെയറിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. മോട്ടിവേറ്റിംഗ് ദ കപ്പിൾ അബൌട്ട് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയും, അതായത് നമുക്ക് എത്ര ബേബീസ് വരെയാണ് അല്ലെങ്കിൽ ഏത് ഏജിലാണ് നമുക്ക് ബേബീസ് കൂടുതൽ ഹെൽത്തി ആയിട്ട് കിട്ടുക, സോ അതിനെ പറ്റിയൊക്കെ ഫാമിലി പ്ലാനിങ് എന്നൊരു ടോപ്പിക്കിനെ പറ്റിയും നമുക്ക് ആന്റിനേറ്റൽ കെയറിൽ ഡോക്ടേഴ്സ് പറഞ്ഞ് കൊടുക്കും. ആൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? എൻഷുവറിംഗ് എ നോർമൽ പ്രഗ്നൻസി വിത്ത് ഡെലിവറി ഓഫ് എ ഹെൽത്തി ബേബി ഫ്രം എ ഹെൽത്തി മദർ. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ അതൊക്കെയാണ്, പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ്? എൻഷുവറിംഗ് എ നോർമൽ പ്രഗ്നൻസി വിത്ത് ഡെലിവറി ഓഫ് എ ഹെൽത്തി ബേബി ഫ്രം എ ഹെൽത്തി മദർ. നമ്മുടെ ഈ പ്രഗ്നൻസി നോർമലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് ആരെയൊക്കെ രണ്ടുപേരെ ഹെൽത്തി ആയിട്ട് വെക്കണം? നമ്മുടെ അമ്മയും ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ കുഞ്ഞും പൂർണ്ണമായ ഒരു അമ്മയും കുഞ്ഞും, അല്ലെങ്കിൽ ആരോഗ്യവതിയായ ഒരു അമ്മയും കുഞ്ഞുമായിരിക്കണം നമുക്ക് ഈ ആന്റിനേറ്റൽ കെയർ കൊണ്ട് എയിം ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇനിഷ്യൽ വിസിറ്റ്, ഫസ്റ്റ് വിസിറ്റിൽ അമ്മ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ എന്തൊക്കെയാണ്? പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് ഹിസ്റ്ററി കളക്ഷൻ. അല്ലെ, ആരെ കണ്ടാലും നമ്മുടെ ഹോസ്പിറ്റലിൽ ആര് വന്നെങ്കിൽ, അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വന്നാലും നമ്മൾ എന്താണ്? ഫസ്റ്റ് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കും, എന്നിട്ട് അവരുടെ ഹിസ്റ്ററി കളക്ഷൻ ചെയ്യും. അല്ലെ, ഹിസ്റ്ററി കളക്ട് ചെയ്യും. സോ ഏജ്, ഈ ഫസ്റ്റ് പ്രഗ്നൻസി, ഇതിനെല്ലാം നമ്മൾ പ്രത്യേകിച്ചും പ്രഗ്നൻസിയിൽ ഈ കാര്യങ്ങൾക്ക്, ഈ പേഴ്സണൽ കാര്യങ്ങൾക്കും ഹിസ്റ്ററി കളക്ഷനും ഒക്കെ കുറെ കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏജിന് എന്താണ്? ഈ ഫസ്റ്റ് പ്രഗ്നൻസി എബൌട്ട് 35 ഇയേഴ്സ് ഓഫ് ഏജ് ആണെങ്കിൽ നമ്മൾ ആ അമ്മയെ എൽഡർലി പ്രൈമി ഗ്രാവിഡ എന്ന് പറയും. അതായത് ആദ്യമായിട്ട് അമ്മ വരികയാണ്, അമ്മ വന്നിട്ട് പറയാണ് എൻ്റെ ഇത് ഫസ്റ്റ് പ്രഗ്നൻസിയാണ്, ഞാനിപ്പോൾ 37 ഇയേഴ്സ് ഓൾഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ, സോ അപ്പോൾ ഡോക്ടർ കൺസിഡർ ചെയ്യണം എന്താണ്? ഇതൊരു എൽഡർലി പ്രൈമിയാണ്. സോ എൽഡർലി പ്രൈമിയെ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോട്ടോകോളും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഈ വിസിറ്റിന്റെ ഇമ്പോർട്ടൻസും നമ്മൾ പറയുന്നത്. ദെൻ ഗ്രാവിഡ. എന്താണ് ഗ്രാവിഡ? സോ നോർമലി പേഴ്സണൽ ഡീറ്റെയിൽസും ഹിസ്റ്ററി കളക്ഷനും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. നമുക്കറിയാലോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുക എന്നുള്ളത്. സോ ഗ്രാവിഡയിൽ എന്താണ്? ഇറ്റ് മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് പ്രഗ്നൻസി including past and present irrespective of the period of gestation. എന്താണ് ഗ്രാവിഡ? ഇറ്റ് മീൻസ് the state of pregnancy including past and present. അതായത് ഇപ്പം ആദ്യമായിട്ട് വരുന്ന ഒരു അമ്മയാണെങ്കിൽ ഷീ വിൽ ബി പ്രൈമി ഗ്രാവിഡ. ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന ഒരു അമ്മയാണെങ്കിൽ, ഇറ്റ്സ് ഹർ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ഷീ വിൽ ബി പ്രൈമി. എന്താണ്? നമ്മളൊന്ന് OB വാർഡിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, OPDs ആന്റിനേറ്റൽ ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരും നമ്മൾ എന്തായിരിക്കും പറയുക? പ്രൈമി ഗ്രാവിഡ എന്നൊന്നും നമ്മൾ അങ്ങനെ, പ്രൈമിയാണ് കേട്ടോ, പ്രൈമിയാണ് അങ്ങനെയല്ലേ പറയാറ്. സോ പ്രൈമി ഗ്രാവിഡ എന്ന് പറഞ്ഞാൽ ദ വുമൺ ഹു ഈസ് പ്രഗ്നന്റ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ആൻഡ് വി ഡിനോട്ട് ഹർ ആസ് G1 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗ്രാവിഡ എന്ന് പറയുന്നത് ഒരമ്മയുടെ എത്രാമത്തെ പ്രഗ്നൻസിയാണ്, ഇൻക്ലൂഡിങ് ദ കറണ്ട് വൺ. ഇപ്പൊ അമ്മ വന്നേക്കാണ്, അമ്മ പറയാണ് ഞാൻ ഓൾറെഡി എൻ്റെ 3 വർഷം മുമ്പ് ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു, സോ ഇതിപ്പോ എൻ്റെ രണ്ടാമത്തെ ആണെന്ന് പറയാമെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? ഷീ വിൽ ബി G2 ആണ്. സോ അങ്ങനെ ആ ഒരു പ്രഗ്നൻസിയുടെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രാവിഡ എന്ന് പറയുന്നത്. ഇനി മൾട്ടി ഗ്രാവിഡ എന്താ? എ വുമൺ ഹു ഹാസ് പ്രീവിയസ്ലി ബീൻ പ്രഗ്നന്റ് മേ ഹാവ് അബോർട്ടഡ് ഓർ വിത്ത് എ വയബിൾ ബേബി. അല്ലെ, ഇപ്പൊ അമ്മ പ്രഗ്നന്റ് ആയിട്ട് വരികയാണ് നമ്മുടെ അടുത്ത്, എന്നിട്ട് അമ്മ പറയുകയാണ് ഞാൻ നേരത്തെ എനിക്ക് 2 പ്രഗ്നൻസി ഉണ്ടായിരുന്നു, ഒന്ന് എനിക്ക് അബോർട്ടായി പോയി, രണ്ടാമത്തെ കുഞ്ഞിന് എനിക്ക് ഇപ്പോൾ ഓൾറെഡി 3 വയസ്സുണ്ട് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ആലോചിക്കണം. ആദ്യമേ ഒരെണ്ണം പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞു, രണ്ടാമത് 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു, മൂന്നാമത് ഇപ്പം വന്നിരിക്കുകയാണ്. സോ അമ്മ എത്രാമത്തെ ഇതിലാണ്? G3 ആണ്. അല്ലെ, G1 അബോർട്ടായി പോയി, G2 she has a 3-year-old baby and now she is currently G3. so അതിനനുസരിച്ച് നമ്മുടെ നമ്പറിംഗ് G1, G2, G3, G4, G5, G6, G7 എന്നിങ്ങനെ പോകും. Then what about nulli gravida? A woman who has never been pregnant ആയിട്ടേ ഇല്ലാത്ത ഒരു അമ്മയാണ് നമ്മൾ എന്ത് പറയുക? ഒരു ലേഡിയാണ് നമ്മൾ നള്ളി ഗ്രാവിഡ എന്ന് പറയുന്നത്. നൾ മീൻസ് 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നള്ളി ഗ്രാവിഡ എന്ന് പറയുന്നത്. A woman with twins in current pregnancy is still G1. current or first pregnancy, അതായത് ഒരു ലേഡി നമ്മുടെ അടുത്ത് വരികയാണ് ആൻഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഷീ ഈസ് വിത്ത് ട്വിൻസ് ആണ്, പക്ഷെ ആളുടെ അത് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ബേബി വയറ്റിൽ 2 പേരുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ്? പ്രഗ്നൻസി എത്രാമത്തെയാണ്? 1ാമത്തെയാണ്. സോ നാച്ചുറലി ഷീ വിൽ ബി ഇൻ G1. ഓക്കെ, സോ അതാണ് ഗ്രാവിഡ അല്ലെങ്കിൽ ഗ്രാവിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്.
ഇനി പാരിറ്റി എന്താണ്? പാരിറ്റി എ സ്റ്റേറ്റ് ഓഫ് പ്രീവിയസ് വയബിൾ പ്രഗ്നൻസീസ് റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓർ കണ്ടീഷൻ ഓഫ് ചിൽഡ്രൻ എലൈവ് ഓർ ഡെഡ് ഡ്യൂറിങ് ബർത്ത്. അതായത് പാരിറ്റി എന്ന് പറയുമ്പോൾ വയബിൾ പ്രഗ്നൻസി, അതായത് അമ്മ ഓൾറെഡി ഡെലിവറി എത്രയെണ്ണം കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരിറ്റി എന്ന് പറയുന്നത്. ആ ഡെലിവറി ചെയ്ത ബേബി മേ ബി അത് ഡെഡ് ആണെങ്കിലും അല്ലെങ്കിൽ അത് ലിവിങ് ചൈൽഡ് ആണെങ്കിലും നമ്മൾ എന്ത് പറയും? ആ പാരിറ്റിയിൽ മാറ്റമൊന്നും വരില്ല. ഇറ്റ് വിൽ ബി സ്കോർ വിൽ ബി ദ സെയിം. സോ പ്രൈമി പാര എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ വുമൺ ഹു ഹാസ് ഡെലിവേർഡ് വൺ വയബിൾ ചൈൽഡ്. ഒരു ഡെലിവറി അമ്മ കഴിഞ്ഞിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ പ്രൈമി പാര എന്ന് പറയുന്നത്. സോ G1 P1 L1 എന്തായിരിക്കും? G1 P1. G1 എന്ന് പറയുമ്പോഴേ ഷീ വാസ് പ്രഗ്നന്റ് ഫോർ ഫസ്റ്റ് ടൈം അല്ലെ, അല്ലെങ്കിൽ ഒരു തവണ പ്രഗ്നന്റ് ആയി. P1 എന്ന് പറയുമ്പോൾ ഷീ ഡെലിവേർഡ് ഓൾസോ വൺസ്. സോ ആ പ്രഗ്നൻസിയിൽ ഷീ ഡെലിവേർഡ് ഓൾസോ. ആൻഡ് L1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലീവിങ് ചിൽഡ്രൻ. ഷീ ഹാസ് വൺ ബേബി ഇൻ ദാറ്റ് ഡെലിവറി. സോ അതാണ് G1 P1 L1 എന്ന് പറയുന്നത്. ഇനി മൾട്ടി പാര എന്താണ്? എ വുമൺ ഹാസ് ഡെലിവേർഡ് 2 ഓർ മോർ ചിൽഡ്രൻ. ഒന്നിൽ കൂടുതൽ കുട്ടികളെ പ്രസവിച്ച ലേഡിയാണ് നമ്മൾ എന്ത് പറയുക? മൾട്ടി പാര എന്ന് പറയുക. നള്ളിപ്പാര എന്താണ്? എ പ്രഗ്നന്റ് വുമൺ ഹു ഹാസ് നെവർ കംപ്ലീറ്റഡ് എ പ്രഗ്നൻസി ടു ദ സ്റ്റേജ് ഓഫ് വയബിലിറ്റി. അതായത് പ്രസവിച്ചിട്ടില്ല ബട്ട് അബോട്ട് ആയൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയുള്ള അമ്മയാണ് നമ്മൾ നള്ളിപ്പാര. ഡെലിവറി ഒന്നും നടന്നിട്ടില്ലാത്ത അമ്മയാണ് നമ്മൾ നള്ളിപ്പാര എന്ന് പറയുന്നത്. ആൻഡ് പാർച്ചൂറിയന്റ് എന്താണ്? എ വുമൺ ഇൻ ലേബർ. ഇതൊക്കെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ടേംസ് ആണ് കേട്ടോ. സോ പാർച്ചൂറിയന്റ് എന്ന് പറയുന്നത് എ വുമൺ ഇൻ ലേബർ പ്രോസസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് നമ്മൾ പാർച്ചൂറിയന്റ് എന്ന് പറയുന്നത്. പ്യൂപ്പറ എന്ന് പറയുന്നത് എ വുമൺ ഹു ഹാസ് ജസ്റ്റ് ഗിവൺ ബർത്ത്. ഇപ്പൊ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മയാണ് നമ്മൾ പ്യൂപ്പറ എന്ന് പറയുന്നത്.